ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൂൾ മീ വൺസ് എന്ന് പറഞ്ഞൊരു സീരീസ്, ത്രില്ലർ സീരീസ് ആണ്. 8 എപ്പിസോഡാണ് ഇതിനുള്ള. അതായത് നമുക്ക് ഓരോ എപ്പിസോഡായിട്ട് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിലേക്ക് പോവാം. സീരീസിന്റെ തുടക്കം നമ്മളെ കാണിക്കുന്നത് 1996 ആണ്. കുറച്ച് കുട്ടികൾ ചേർന്ന് ഒരു പയ്യനെ സ്കൂളിന്റെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ അവരൊരു ക്യാമ്പ് ഫയറിന് ചുറ്റും ഇങ്ങനെ വിയേർഡായിട്ടുള്ള മാസ്ക് ഒക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കുകയാണ്. ഇപ്പം ഈ പയ്യനെ ഇവരൊരു കസേരയിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പം ഇവൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഇവർ. അപ്പോൾ അത് കാരണം അവൻ ഈ കസേരയിൽ ഇരുന്ന് ഇവരുടെ ഡാൻസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് 2 പിള്ളേർ ചെന്നിട്ട് ഇവൻ്റെ കൈ ഈ കസേരയിൽ ഇങ്ങനെ കെട്ടിവെക്കും. അത് ആൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടാവില്ല. അപ്പോൾ ആൾ ആ കെട്ടിൽ നിന്നിങ്ങനെ വിടിക്കാനായിട്ട് ഇങ്ങനെ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതവിടെ കട്ട് ചെയ്തിട്ട് പ്രസൻറ്റ് ഡേ ആണ് കാണിക്കുന്നത്. നമ്മുടെ ഈ സീരീസിലെ നായികയായ മായ ആർമിയിലെ ക്യാപ്റ്റനാണ്. അപ്പം ഇന്ന് മായയുടെ ഹസ്ബൻഡ് ജോസഫ് ബർക്കറ്റിൻ്റെ ഫ്യൂണറൽ നടക്കുകയാണ്. കുറച്ച് ദിവസം മുമ്പ് ആളെ പാർക്കിൽ വെച്ചിട്ട് 2 പേര് ഷൂട്ട് ചെയ്ത് കൊല്ലും. മായയുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളെ ജോൺ ആണ് വിളിക്കുന്നത്. ആളുടെ ഫാമിലി, ബർക്കറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരുപാട് ബിസിനസ്സൊക്കെ ഉള്ള ഒരു റിച്ച് ഫാമിലിയാണ്. അവർക്ക് മെയിനായിട്ടൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണുള്ളത്. അപ്പോൾ ആൾക്ക് ഒരു മദർ ഉണ്ട്, ജൂഡിത്ത്, സൈക്യാട്രിസ്റ്റാണ്. പിന്നെ 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററാണ് ഉള്ളത്. അതിലൊരു ബ്രദർ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. അപ്പോൾ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് മായയും മദർ ലോയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അവർക്ക് മായ അത്ര ഇഷ്ടമല്ല. കാരണം മായയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇവരെ പോലെ അത്ര റിച്ച് ഒന്നുമല്ല. അപ്പോൾ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് മദർ ലോ അകത്തേക്ക് പോകും. അപ്പോൾ മായ അവിടെ ചോർക്കാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് മായയുടെ സിസ്റ്റർ ക്ലെയർ ആളെ ഇതുപോലെ ക്ലെയറിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ആരോ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ് ചെയ്തത്. ഇതൊക്കെ കഴിഞ്ഞ് മായ മോളെയും വിളിച്ചുകൊണ്ട് ഒരു കൂട്ടുകാരിയുടെ കൂടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ചെല്ലുമ്പോൾ കൂട്ടുകാരി കുറച്ച് നേരം സംസാരിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് പറയുന്നുണ്ട്, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. അത് കഴിഞ്ഞ് പറയണം, ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു ഡിജിറ്റൽ ഫോട്ടോ ഫ്രെയിം കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ഇതിൽ ഞാൻ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ 3 പേരുടെ ഫാമിലി ഫോട്ടോ കുറച്ച് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോ റൊട്ടേറ്റ് ചെയ്ത് വരും. ഓരോ മിനിറ്റ് കൂടുമ്പോഴും ഓരോ ഫോട്ടോ ആയിട്ട് ഇങ്ങനെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് വരും എന്ന് പറയും. എന്നിട്ട് പറയും, ഇതിലൊരു ക്യാമറ ഉണ്ടെന്ന് പറയും. എന്തായാലും നീ പുറത്ത് പോകുമ്പോൾ കുഞ്ഞിനെ ബേബി സിറ്റർ ഏൽപ്പിച്ചിട്ടാണ് പോണേ. അപ്പോൾ ക്യാമറയിൽ നമുക്ക് കാണാമല്ലോ അവരെന്തൊക്കെയാണ് ചെയ്യണേന്ന്. അപ്പോൾ മായ പറയുന്നുണ്ട്, കുഞ്ഞിനെ നോക്കാൻ വരുന്നത് ഇസബെല്ലാണ്. ഈ ഇസബെല്ലിനെ ഇവിടെ അപ്പോയിൻ്റ് ചെയ്തത് തന്നെ ജോസഫിൻ്റെ വീട്ടുകാരാണ്. ഈ ഇസബെല്ലിൻ്റെ ഹസ്ബൻഡും അവരുടെ ഫാമിലിയൊക്കെ ഈ ജോസഫിൻ്റെ വീട്ടിൽ പണ്ട് മുതലേ ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അവരെ വിശ്വസിക്കാം. അപ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട്, എന്തെങ്കിലും ആവട്ടെ, ഒരു ക്യാമറയില്ല, അത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ പ്ലേ റൂമിൽ കൊണ്ടുവന്ന് അവർ ഈ ഫോട്ടോ ഫ്രെയിം വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം മായയുടെ ഡെയിലി റുട്ടീനാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഒരു ദിവസം മായ ഈ ഫോട്ടോ ഫ്രെയിമിലെ SD കാർഡ് എടുത്തിട്ട് ലാപ്ടോപ്പിലിട്ട് ഇങ്ങനെ നോക്കുകയാണ് മോൾ എന്തൊക്കെയാണ് ചെയ്യണേന്നാണ്. അപ്പോൾ അതിൽ മോളും ഇസബെല്ലും കൂടി ഇങ്ങനെ കളിക്കണതൊക്കെ കാണിക്കുന്നുണ്ട്. മായ നോക്കുമ്പോൾ ഒരാളിങ്ങനെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അയാളുടെ ബാക്ക് വശം മാത്രമാണ് കാണിക്കുന്നത്. അവിടെ വന്ന് ഒരു കസേരയിൽ ഇരിക്കുന്നതും കുഞ്ഞ് അയാളെ കൊണ്ട് ഓടിച്ചെല്ലുന്നതും കുഞ്ഞിനെ അയാളിങ്ങനെ എടുത്ത് കളിപ്പിക്കുന്നതും ഒക്കെ. കുറച്ച് കഴിയുമ്പോൾ അയാളിങ്ങനെ ഫേസ് ക്യാമറയിലേക്ക് ഇങ്ങനെ തിരിക്കും. മായ ഞെട്ടിപ്പോവും, അത് ജോസഫാണ്. ഒന്നും കൂടെ മായ അത് റിവൈൻഡ് അടിച്ച് നോക്കും, അതെ അത് ജോസഫ് തന്നെയാണ്. മായ വേഗം തന്നെ ചെന്ന് കൊച്ചിനോട് ചോദിക്കുകയാണ്, മോളെ ഇന്നലെ അമ്മ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഡാഡി വന്നിരുന്നു, മോളെ കളിപ്പിച്ചോ? കുഞ്ഞറിയില്ല. അത് കഴിഞ്ഞ് നേരെ ചെന്ന് ബെഡ്റൂമിലെ വാർഡ്രോബ് ചെക്ക് ചെയ്യാണ്. അതിൽ നോക്കുമ്പോൾ ഈ ഫോട്ടോയിൽ ജോസഫ് ഇട്ടിരിക്കുന്നത് ഗ്രീൻ കളർ ടീഷർട്ടാണ്. ആ ഷർട്ട് അവിടെ കാണുന്നില്ല. അതുപോലെ ഷൂ റാക്കിന്ന് ജോസഫിൻ്റെ ഒരു ജോഡി ഷൂസും കാണുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ ഇസബെല് വരുന്നത് കാണുന്നത്. താഴേക്ക് ഓടിച്ചെന്ന് വാതിൽ തുറന്നിട്ട് ഇസബെലിനെ നേരെ ഈ ലാപ്ടോപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഇത് നോക്കാൻ പറയാണ്. ഇസബെല് നോക്കുമ്പോൾ ഇവരുടെ ഈ കളിക്കണ CCTV ഫുട്ടേജ് കാണുന്നു. അപ്പോൾ ഇസബെലിന് ദേഷ്യവും, അത് ശരി, അപ്പം നിങ്ങൾ എന്നെ ഈ ക്യാമറ വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ? അപ്പോൾ മായ പറയുന്നുണ്ട്, ഇപ്പം അതല്ല പ്രശ്നം, ആ ഫുട്ടേജിലുള്ള ആളെ കണ്ടോന്ന് വയ്ക്കും. അപ്പോൾ ഇസബെൽ അതിലേക്ക് നോക്കിയിട്ട് ആരാന്ന് വയ്ക്കും. മായയ്ക്ക് നല്ല ദേഷ്യം വരും. നോക്കുക, അതിൽ ജോസഫാണ്. ഇന്നലെ നീ ഇവിടെ ഉള്ള സമയത്തുള്ള വിഷ്വൽസ് ആണത്, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അപ്പം ഇസബെല് പറയും, എനിക്കറിയില്ല. മായയ്ക്ക് നല്ല ദേഷ്യമായിട്ട് മായ ഒരുപാട് ഒച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇസബെല് പറയും, എനിക്ക് ഇത്തിരി വെള്ളം വേണം കുടിക്കാനെന്ന് പറയും. മായ വെള്ളം എടുത്തിട്ട് ഇങ്ങോട്ട് തിരിയണ സമയത്ത് ഇസബെല് കയ്യിലെ പെപ്പർ സ്പ്രേ മായയുടെ കണ്ണിലേക്ക് അടിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. പുറകെ മായ പോവെങ്കിലും ഈ പെപ്പർ സ്പ്രേയുടെ ധാരണ മായയ്ക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഈ കണ്ണൊക്കെ കഴുകിയിരിക്കുന്ന മായയാണ് കാണിക്കണത്. അപ്പം അവിടേക്ക് ഈ ജോസഫിൻ്റെ മർഡർ അന്വേഷിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് ഉണ്ട്, സാമി. ആള് വരികയാണ് മായയുടെ അടുത്തേക്ക്. അപ്പോൾ മായയെ കണ്ടുവഴി അയാൾ ചോദിക്കണ്ടേ, ഇതെന്താ സംഭവിച്ചതെന്ന്. മായ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അയാൾ പറയുന്ന, ഞാനൊന്ന് നോക്കട്ടെ എന്ന് വെച്ചാൽ വിഷ്വൽസ് ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. മായ ചെന്ന് നോക്കുമ്പോൾ SD കാർഡ് അവിടെ കാണാനില്ല. അപ്പം മായ പറയണ്ട, അത് എടുത്തോണ്ടാണ് അവൾ പോയത്. അപ്പം സാമിക്കും ഈ ജോസഫിനെ കണ്ട കാര്യം അത്ര വിശ്വാസമായിട്ടില്ല. കാരണം ഫ്യൂണറലിന് അദ്ദേഹവും പോയതാണ്.
അപ്പോൾ സാമി മായയോട് പറയണം, അന്ന് പാർക്കിൽ നടന്ന സംഭവം ഒന്ന് വിവരിക്കാമോ എന്ന്. അപ്പോൾ ഈ ജോസഫ് മരിക്കുന്ന സമയത്ത് മായയും പാർക്കിലുണ്ടായിരുന്നു. മായ പറയുന്നുണ്ട്, ഞാൻ ജോസഫിനെ കാണാനായിട്ട് പാർക്കിലേക്ക് വരികയായിരുന്നു. അപ്പോൾ മുഖംമൂടി വെച്ചിട്ട് 2 ചെറുപ്പക്കാർ ബൈക്കിൽ വന്നിട്ട് എൻ്റെ ബാഗ് തട്ടിപ്പറിക്കും. അപ്പം ഞാൻ തടഞ്ഞു. അവരെന്നെ താഴേക്ക് തള്ളിയിട്ടു. അവിടുന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്നത് വെടിയൊച്ചയാണ്. ചെന്ന് നോക്കുമ്പോൾ ജോസഫ് അവിടെ മരിച്ചു കിടക്കണതാണ് കാണുന്നത്. മായ അവർ ഏത് ടൈപ്പ് ഗണ്ണാണ് ഉപയോഗിച്ചതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട്, വളരെ ഇമ്പ്രസീവ് ആയിരിക്കണമെന്ന്. അപ്പോൾ മായ പറയും, ഞാൻ ഓവർസീസിൽ വർക്ക് ചെയ്തപ്പോൾ ഇതുപോലുള്ളൊരു ഗണ്ണ് എനിക്കും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിറ്റക്റ്റീവ് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ ഗൺ സൂക്ഷിച്ചിട്ടുണ്ടോ? മായ പറയുന്നുണ്ട്. ഒരു ഷെൽഫ് തുറന്ന് കാണിക്കുകയാണ്. അതിൽ അത്യാവശ്യം പല ടൈപ്പ് ഗൺസ് ഉണ്ട്. അപ്പോൾ ഡിറ്റക്റ്റീവ് ചോദിക്കുന്നുണ്ട്, ഇത് വേറെ ആർക്കെങ്കിലും തുറക്കാൻ പറ്റുമെന്ന്. അപ്പോൾ മായ പറയും, ചില സമയത്ത് ജോസഫ് ചെയ്യും, അല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ നോക്കുമ്പോൾ സൈഡിലായിട്ട് ഒരു ചില്ലിട്ട ബോക്സിൽ വേറൊരു ഗൺ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മായ പറയേണ്ടത് അത് പഴയ മോഡലാണ്, ഇപ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്തതാണെന്ന്. അപ്പോൾ ഡിറ്റക്റ്റീവ് പറയാം, എന്നാലും കുഴപ്പമില്ല, അതൊന്നും എനിക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അത് കൊണ്ടുപോവാണ്. മായയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഡിറ്റക്റ്റീവിൻ്റെ വണ്ടിക്ക് ആക്സിഡൻ്റ് ആവും. അതായത് നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയായിരിക്കും, പെട്ടെന്ന് സൈഡിലേക്ക് കയറി ഒരു വീടിൻ്റെ മതിലിടിച്ചിടും. ആൾക്കൊന്നും മനസ്സിലാവില്ല, ഈ എയർ ബാഗ് ഉള്ളത് കാരണം ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ എങ്ങനെ ഇത് ഇങ്ങോട്ട് സൈഡിലേക്ക് പോയെന്ന് ആൾക്ക് അറിയില്ല. പെട്ടെന്ന് ഇങ്ങനെ എന്തോ ബ്ലാക്ക്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സാമിയും അസിസ്റ്റൻറ്റും കൂടി ജോ മരിച്ച സ്പോട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് സാമി മായയെക്കുറിച്ച് പറയാണ്, കുറച്ച് നാൾ മുമ്പ് ആർമിയിൽ വെച്ച് മായയ്ക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതും ഒരു അറ്റാക്കിൻ്റെ സമയത്ത് മായയുടെ കുഴപ്പം കൊണ്ട് സാധാരണ ആൾക്കാർ മരിക്കും. ഇത് കോറി എന്ന് പറഞ്ഞൊരു വ്യക്തി തൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിലാണ് ഇതിനെക്കുറിച്ച് പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കോറി ഒരു ഹാക്കർ കൂടിയാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇത് ഇത്ര വിവാദമായതും മായയ്ക്ക് ജോലി നഷ്ടപ്പെട്ടതൊക്കെ. സാമി അസിസ്റ്റൻറ്റിനോട് പറയുന്നുണ്ട്, നമുക്ക് മായയുടെ ഗണ്ണൊന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ ജോയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റും, അതായത് ഇതേപോലത്തെ ബുള്ളറ്റ് ഉപയോഗിച്ചിട്ട് വച്ചിട്ട് വേറെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് മായ തൻ്റെ മരിച്ചുപോയ സിസ്റ്റർ ക്ലെയറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴി മായ കാണുന്നുണ്ട്, തൻ്റെ കാറിനെ ഫോളോ ചെയ്തിട്ട് ഒരു റെഡ് കളർ കാറ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് സിസ്റ്ററുടെ വീട്ടിലെത്തും. അപ്പോൾ സിസ്റ്റർക്ക് ഹസ്ബൻഡ് ഉണ്ട്, ഒരു 2 പിള്ളേരാണുള്ളത്, മോള് ആബി, മോൻ ഡാൻ. സിസ്റ്ററുടെ ഹസ്ബൻഡിൻ്റെ പേര് എഡി എന്നാണ്. അപ്പോൾ അകത്ത് കയറിയ മായ കാണുന്നുണ്ട്, സിസ്റ്ററുടെ സാധനങ്ങളൊക്കെ ഒരു കാർഡ്ബോർഡ് പെട്ടിയിലാക്കി ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ് സൈഡിൽ. കുറച്ച് നേരം അവിടെ വെച്ച് എഡിയോട് സംസാരിച്ചതിന് ശേഷം മോളെ അവിടെ നിർത്തിയിട്ട് മായ ഇസബലിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്ന് മുട്ടും, പക്ഷെ ആരും വാതിൽ തുറക്കില്ല. അപ്പോൾ ചുറ്റും നടന്ന് നോക്കും. അപ്പോഴാണ് മായനെ മദറിൻലോ വിളിക്കുന്നത്. അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ജൂഡിത്ത് ചോദിക്കുന്നുണ്ട്, മായ ഇസബലായിട്ട് എന്താ പ്രശ്നം? ഇസബൽ ഇനി അവിടേക്ക് ജോലിക്ക് വരില്ല എന്നാണല്ലോ പറയണത്. ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട് ആൾ. അപ്പോൾ മായ പറയുന്നുണ്ട്, അവൾ അവിടെ തന്നെ നിർത്തി, ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്നും പറയും. കുഞ്ഞിനെ ഷെയിനെ ഏൽപ്പിച്ചിട്ട് മായ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് മായ കാണുന്നുണ്ട് ഇസബലും ഹസ്ബൻഡും കൂടെ തിരിച്ചു പോണത്. മായ അവരെ ഫോളോ ചെയ്ത് പോകും, പക്ഷെ ഇടയ്ക്ക് വെച്ച് അത് മിസ്സാവും. അപ്പോൾ തിരിച്ചെത്തിയിട്ട് മദറിലോ ആയിട്ടുണ്ട്, നിന്നോട് ആരാണ് അവളെ സ്പൈ ക്യാം ചെയ്യാൻ പറഞ്ഞത്? അപ്പോൾ മായ പറയുന്നുണ്ട്, അതിൽ ഞാൻ ജോയെ കണ്ടതാണ്. അപ്പോൾ മദറിലോ പറയാണ്, ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നിൻ്റെ ലൈഫിൽ വരണോ, അത് കാരണം എനിക്ക് തോന്നുന്നത് നിനക്ക് അതുമായിട്ടൊന്നും പൊരുത്തപ്പെടാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നാണ്. കുഞ്ഞിനെ നോക്കാൻ വരെ നീ കേപ്പബിൾ ആണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. അതും പറഞ്ഞ് അവർ 2 പേരും കൂടെ കുറച്ച് വഴക്കുണ്ടാവുകയാണ്. വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ മായയും കാത്ത് സാമിയും അസിസ്റ്റൻറ്റും ഉണ്ടാവും. അപ്പോൾ അവർ മായയോട് പറയാണ്, അതായത് ജോയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് ഞങ്ങൾ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ജോയെ കൊന്ന അതേ ഗണ്ണ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നിൻ്റെ സിസ്റ്റർ ക്ലെയറിനെയും കൊന്നേക്കണേ. മായ ആകെ ഞെട്ടിപ്പോവും. ഫസ്റ്റ് എപ്പിസോഡ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. നമുക്കിനി അടുത്ത എപ്പിസോഡാണ്.